ഏവർക്കും പാത്ത് ആൻഡ് പ്ലേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കരുവാറ്റ കുപ്പപ്പുറം റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിനെയും അമ്പലപ്പുഴ തിരുവല്ല റോഡിനെയും ബന്ധിപ്പിക്കുന്നു. കിഫ്ബി വഴി 63.35 കോടി രൂപ ചെലവഴിച്ചാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മുകളിൽ നിന്ന് താഴേക്കെത്തി. നടപ്പാതയുടെ കളർ കോമ്പിനേഷൻ വളരെ മനോഹരമാണ്. റെഡും ബ്ലൂവും ഗ്രേയും. കണ്ണുകൾക്കിത് നയന മനോഹരമാണ്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. കൈവരി മൊത്തം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. കാൽനട യാത്രക്കാർക്ക് വണ്ടിയുടെ പേടിയില്ലാതെ നടന്നു പോകാൻ സൗകര്യം ഒരുക്കിയിരിക്കുന്നു. പാലത്തിൻ്റെ ഇരുവശങ്ങളിലും കാൽനട യാത്രക്കാർക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വളരെ ഭംഗിയിൽ ലൈറ്റിങ്ങുകൾ ചെയ്തിരിക്കുന്നു. മാർച്ച് 7 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പടഹാരം പാലം ആലപ്പുഴ ജില്ലയിലെ ജനങ്ങൾക്കായി സമർപ്പിക്കപ്പെടുന്നു. നടപ്പാതയിൽ നിന്നുകൊണ്ട് വയലിൽ പണിയെടുക്കുന്ന കർഷകരെയും നെല്ല് കൊയ്തുകൊണ്ടിരിക്കുന്ന യന്ത്രങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു. അത് ഒരു നല്ല കാഴ്ചയായിരുന്നു. വല്ലപ്പോഴും കാണാൻ സാധിക്കുന്ന കാഴ്ചയായിരുന്നു അത്. കുറച്ചു നേരം ഞങ്ങളത് നോക്കി നിന്നു. ഉദ്ഘാടന കർമ്മത്തിൽ പങ്കുകൊള്ളുന്ന പ്രമുഖർ മിനിസ്റ്റർ KN ബാലഗോപാൽ, സജി ചെറിയാൻ, PA പ്രസാദ്, MP KC വേണുഗോപാൽ, കൊടിക്കുന്നൽ സുരേഷ് ഇവരുടെ എല്ലാവരുടെയും മഹനീയ സാന്നിധ്യം ഉദ്ഘാടനത്തിന് ഉണ്ടാകും. കായലിന്റെ ഭംഗി ആസ്വദിക്കാനായി ഇരുവശങ്ങളിലും വ്യൂ പോയിന്റുകൾ ഒരുക്കിയിട്ടുണ്ട്. നീളമുള്ള ഈ പാലത്തിന്റെ മുകളിൽ റോഡും താഴെ നടപ്പാതയുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 453 മീറ്റർ നീളവും 7.5 മീറ്റർ വീതിയുമുള്ള പാലത്തിൽ 18 സ്പാനുകളാണുള്ളത്. മീറ്റർ നീളമുള്ള ഈ പാലത്തിന്റെ മുകളിൽ റോഡും താഴെ നടപ്പാതയുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച 8 വാച്ച് ടവറുകൾ സഞ്ചാരികൾക്ക് കായൽ ഭംഗി ആസ്വദിക്കാൻ സൗകര്യമൊരുക്കുന്നു. 1.70 മീറ്റർ വീതിയുള്ള നടപ്പാത താഴത്തെ നിലയിൽ ഒരുക്കിയിരിക്കുന്നു.